ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടക്കത്തിൻ്റെ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ കഥ കേട്ടിട്ട് വരുന്ന സുധാകരൻ മാഷ് പറയണം, നീ പറഞ്ഞ കഥയിലൊരു തെറ്റുണ്ട്. അതായത് ഇതിലൊരിക്കലും വിക്രമിനെ ഉപമിക്കാൻ പറ്റില്ല. കാരണം വിക്രമിനുള്ളത് വളരെ മോശമായ സുഹൃത്ത് ബന്ധങ്ങളാണ്. ഇതിൽ പറയുന്ന പോലെ വളരെ നല്ല സൗഹൃദ ബന്ധങ്ങളല്ല വിക്രമിനുള്ളത് എന്ന് പറയണം. ശേഷം സുധാകരൻ മാഷ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ശ്രീജ വേദയോടായിട്ട് പറയണം, എനിക്ക് ഏതായാലും ഒരു കാര്യം മനസ്സിലായി, നിന്റെ കഥ വളരെ നന്നായിരുന്നു. അതിൽ കൂട്ടുകാരന് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ കൂട്ടുകാരനായി വരുന്നത് നീയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നും വേദ പറയുന്നുണ്ട്. വേദയോട് സ്റ്റേജിൽ പറയുന്നുണ്ട്. ശേഷം ശ്രീജ അകത്തേക്ക് പോകുന്നുണ്ട്. ശേഷം നന്ദിനി പറയാണ്, അതിന് നീയും വിക്രമും സുഹൃത്തുക്കളല്ലല്ലോ, പിന്നെ എന്തിനാണ് ശ്രീജ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഏതായാലും ആലോചിക്കാനുള്ള ഒരു കാരണം കിട്ടിയല്ലോ, ഇന്ന് അത് ആലോചിച്ചുകൊണ്ടിരിക്കുക ഏതായാലും നന്ദിനി എടുത്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദിയും അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന വിക്രമിനെയാണ്. രാത്രിയിൽ വിക്രമ് വീട്ടിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഹാളിൽ തന്നെ ഇരുന്നിട്ട് നമ്മുടെ വേദ രാത്രിക്ക് വേണ്ട ഫുഡിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവൾ എന്താണ് വിക്രം വന്നിട്ടും പെട്ടെന്ന് റൂമിലേക്ക് പോയല്ലോ, നേരത്തെ വരികയും ചെയ്തിട്ടുണ്ടല്ലോ, എന്താ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് അവൾ മുറിയിലോട്ട് പോകുന്നുണ്ട്. നോക്കുമ്പോൾ വിക്രം അവിടെ അടിപൊളി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണ് ഇങ്ങനെ റെഡി ആയിട്ട് എവിടേക്കാണ് പോകുന്നത്, പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, പതിവില്ലാത്തതാണല്ലോ എന്നൊക്കെ ചോദിക്കണം. അത് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോവുകയാണെന്ന് പറയണം. കൂട്ടുകാരൻ്റെ ഫംഗ്ഷനോ, നല്ല കൂട്ടുകാരനാണോ ചീത്ത കൂട്ടുകാരനാണോ എന്ന് വേദ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയണം, ഒരാളെ നല്ലത് ചീത്ത എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമില്ല, അവരുടെ ഗുണങ്ങളെയും ദൗർബല്യത്തെയും ഒരുപോലെ സ്വീകരിച്ച് അംഗീകരിക്കുകയാണ് വേണ്ടത് എന്ന് വിക്രം പറയുന്നുണ്ട്. അപ്പോൾ അതെന്താ എനിക്ക് മാത്രം ബാധകമല്ലാത്തതെന്ന് ചോദിക്കുകയാണ് വേദ. എന്താണെന്ന് മനസ്സിലാത്ത പോലെ വിക്രം നിൽക്കുമ്പോൾ, അല്ല എന്നെ മാത്രം എന്താണ് എൻ്റെ ഗുണങ്ങളും ദൗർലഭ്യങ്ങളും നോക്കിയിട്ട് എന്നെ മാത്രം എന്താ നിങ്ങൾ അംഗീകരിക്കാത്തത് എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിനക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളും ഇല്ല ദൗർബല്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിന്നെ അംഗീകരിക്കാത്തതെന്ന് വിക്രം പറയുന്നുണ്ട്. വീണ്ടും വേദ ചോദിക്കുന്നുണ്ട്, അല്ല ഏത് കൂട്ടുകാരൻ്റെ ഇടയ്ക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും റെഡി ആവില്ലല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണെന്ന് പറയണം. അപ്പം നിനക്ക് എന്താ ഒരു സംശയം പോലെ, ഞാനൊരു പെണ്ണിൻ്റെ അതായത് ഒരു കൂട്ടുകാരുടെ കാണാനാണ് പോണത്, ഞാൻ എന്നിട്ട് അവിടെ തന്നെ നിന്ന് താമസിക്കുകയും ചെയ്യും, ഞങ്ങൾ സന്തോഷമായിരിക്കുകയും ചെയ്യുമെന്ന് പറയണം. ഇവരുടെ വേദ ചിരിക്കുന്നുണ്ട് കേട്ടോ. ശേഷി വേദ പറയണം, അതിനെന്തായാലുള്ള ധൈര്യം നിങ്ങൾക്കില്ലാന്ന് എനിക്കറിയാം, അത് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ എന്ന് പറയണം. ഇത് കേട്ടിട്ട് വിക്രം ചിരിക്കുന്നുണ്ട്, വേദയും ചിരിക്കുന്നുണ്ട്. ശേഷം വിക്രം പറയണം, ഇന്ന് അനിയൻകുട്ടിൻ്റെ പിറന്നാളാണ്, അപ്പോൾ ടൗണിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോട്ടലിൽ ഞങ്ങളെല്ലാവരും പോകാമെന്ന് വെച്ചിട്ടാണെന്ന് പറയണം. അതെയോ എന്ന് പറഞ്ഞിട്ട് വേദ ചോദിക്കുന്നുണ്ട്, ഞാനും വരട്ടെ ബർത്ത്ഡേ പാർട്ടിക്ക്, എന്നെയും കൂട്ടിക്കൊണ്ടുപോകുമെന്ന് ചോദിക്കുകയാണ്. ഇത് ആണുങ്ങളുടെ പാർട്ടിയാണ്, അല്ലാതെ പെണ്ണുങ്ങളെ ഉൾപ്പെടുത്തുന്ന പാർട്ടിയല്ല എന്ന് പറഞ്ഞിട്ടും വിക്രം അവിടെ നിന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ വേദ ജോസഫിന് ഫോൺ ചെയ്യുന്നുണ്ട്. എന്താണ് ഇന്ന് അനിയൻകുട്ടിൻ്റെ ബർത്ത്ഡേ ആണല്ലേ, എൻ്റെ പ്രത്യേകം വിഷസ് പറയണം, വിക്രമിനോട് പറഞ്ഞു വിട്ടാക്കാൻ മറന്നു എന്ന് പറയണം. അത് കുഴപ്പമില്ല എന്ന് പറയണം. എന്താ പരിപാടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ലാവണ്യ ഹോട്ടലിൽ വെച്ചിട്ടാണ് ടൗണിൽ, അവിടെ വെച്ച് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമെന്ന് പറയണം. ലാവണ്യ ഹോട്ടൽ, അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ശരിക്കും വേദ ജോസഫിന് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ വിക്രം ലാവണ്യ ഹോട്ടലിൽ എത്തുന്നുണ്ട്. അവിടെ നമ്മുടെ സഞ്ജീവും ജോസഫും അനിയൻകുട്ടിനും എല്ലാവരും തന്നെയുണ്ട്. വിക്രം ഓടിപ്പോയിട്ട് അനിയൻകുട്ടിൻ്റെ അടുത്ത് വിഷസൊക്കെ പറയുന്നുണ്ട്. ശേഷം അച്ഛനെ കാണാൻ പോയിട്ട് എന്തായും ചോദിക്കുമ്പോൾ അച്ഛന് വളരെയധികം സങ്കടമുണ്ട്, അവിടെ ഇങ്ങനെ ഓർഫനേജിൽ വിട്ടതിൽ വളരെയധികം സങ്കടമുണ്ടെന്ന് പറയാണ്. നമുക്ക് ഏതായാലും അച്ഛനെ അടുത്ത വർഷം വീട്ടിലേക്ക് മാറ്റണം എന്ന് പറയണം. അതിന് അച്ഛനെ ആര് നോക്കാനാ, നീ ഒരു കല്യാണമൊക്കെ കഴിക്കുമെന്ന് പറയണം. എനിക്കാര് പെണ്ണ് തരാനാന്ന് അനിയൻകുട്ടൻ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റാക്കാമെന്ന് പറയുമ്പോൾ അനിയൻകുട്ടൻ നാണം വരുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ സഞ്ജീവ് പറയാണ്, ശരി നമുക്ക് കേക്കൊക്കെ മുറിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളായിട്ട് റെഡിയാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഹോട്ടലുകാരോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ കേക്ക് കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും കൂടെ കേക്കൊക്കെ മുറിച്ചും വിഷസൊക്കെ പറഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കഴിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിലും അവിടുത്തെ ഒരു ഹോട്ടൽ സ്റ്റാഫ് വന്നിട്ട് ഇവരോടായിട്ട് പറയണം, നിങ്ങളുടെ കൂടെ കൂടാൻ ഒരാളും കൂടി ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു, അവരകത്തേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ആരാണെന്ന് വിക്രം ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണെന്ന് പറയണം. അപ്പോൾ സഞ്ജീവ് പറയണം, വരാൻ പറയുമെന്ന് പറയണം. അകത്തേക്ക് വരുമ്പോൾ അത് നമ്മുടെ വേദയാണ് കേട്ടോ. അത് കണ്ടിട്ട് വിക്രം വളരെയധികം ഷോക്കാവുന്നുണ്ട്. സഞ്ജീവും ജോസഫ് അനിയൻകുട്ടനെല്ലാം വളരെയധികം ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ വേദ അകത്തേക്ക് വന്നിട്ട് അനിയൻകുട്ടന് വിഷസൊക്കെ പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. വിക്രം ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്, ഇവളെന്താ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പറഞ്ഞിട്ട് കേട്ടോ. ശേഷം
അനിയൻകുട്ടൻ വന്നിട്ട് കേക്കൊക്കെ വേദയ്ക്ക് കൊടുക്കുന്നുണ്ട്. ശേഷം നീ എന്ത് ഗിഫ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് തുറന്ന് നോക്കടാ എന്ന് പറഞ്ഞിട്ട് അനിയൻകുട്ടൻ അത് തുറക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു ഏകദേശം കണക്ക് വരച്ചിട്ട് ഒരു ഡ്രസ്സ് എടുത്തതാണെന്ന് പറയണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഡ്രസ്സ് നീ ഒന്ന് ഇട്ടിട്ട് വാന്ന് പറഞ്ഞിട്ട് അനിയൻകുട്ടൻ അവിടെ നിന്ന് വിട്ടാക്കുന്നുണ്ട്. ശേഷം അനിയൻകുട്ടൻ ആ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നുണ്ട്. ഒരു ജുബ്ബയായിരുന്നു കേട്ടോ അത്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അനിയൻകുട്ടനാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരും വളരെയധികം ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ അറിയാതെ അനിയൻകുട്ടൻ കരഞ്ഞു പോവുകയാണ്. എൻ്റെ ഏറ്റവും നല്ല ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഇത്, ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല എന്ന് പറയാണ്. ശേഷം വിക്രമിൻ്റെയും വേദിയുടെയും കയ്യിൽ മുറുക്കെ പിടിച്ചിട്ട് അനിയൻകുട്ടൻ പറയാണ്, വിക്രമേ ഇത് നോക്കിയിട്ട് ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഇവിടെ നീ കൈവിടരുത്, നിങ്ങൾ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് വളരെ സന്തോഷമായി ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വിക്രം വേദയെ നോക്കി ചിരിക്കുന്നുണ്ട്. വേദയും അതുപോലെ തന്നെ വിക്രമിനെ നോക്കുന്നതായിട്ടും കളിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നുണ്ട്. ഈ ഒരു ടൈമിലാണെങ്കിലും ഇവർ ഹോട്ടലിലുണ്ടെന്ന വിവരം ഒരു ഗുണ്ട നമ്മുടെ അഭിലാഷിനെയും ടീമിനെയും അറിയിക്കുകയാണ്. അഭിലാഷൻ ടീമും വിക്രമും വീണ്ടും മാർക്കറ്റിൽ വന്ന് കാശൊക്കെ പിരിച്ചതിൽ വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു ടൈമിൽ അഭിലാഷിൻ്റെ ഫ്രണ്ട്സും ആയിരുന്നു മാർക്കറ്റിൽ സ്വാധീനം ചെലുത്തി കാശൊക്കെ പിരിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും നഷ്ടമായല്ലോ എന്ന് ആലോചിച്ചിട്ട് വളരെയധികം ടെൻഷൻ അടിക്കുന്നുണ്ട്. അഭിലാഷിൻ്റെ കൂടെ ഇപ്പോൾ ഒരു പുതിയ ആളും കൂടെ കൂടിയിരിക്കുകയാണ്. അതായത് അവിടുത്തെ MLAയുടെ മകനാണ് കേട്ടോ. നിൻ്റെ അച്ഛൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിക്രമിനെ ഒഴിവാക്കിയിട്ട് നമ്മുടെ സ്വാധീനം മുഴുവൻ ചെലുത്താനും പറ്റും. അതുപോലെ തന്നെ നിൻ്റെ ബിസിനസ് വളരെയധികം സൂപ്പറായി കൊണ്ടുപോകാനുള്ള ട്രാക്കും ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അഭിലാഷ് അവനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ ഇമ്പാക്റ്റ്, അതായത് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ റെഡിയാണ്, വിക്രമിനെ എന്തായാലും ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടാമനോട് തീരുമാനിക്കുന്നുണ്ട്. ശേഷം വിക്രം ഇങ്ങനൊരു പരിപാടിക്ക് വന്നിട്ടുണ്ടെന്നും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് അവനക്കെതിരെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ ജീപ്പിൽ വരുന്നുണ്ട്. ശേഷം ഇവർ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോട്ടലിൽ കേട്ടോ. ശേഷം എല്ലാവരും പിരിയാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദയും വിക്രമും ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് പോകുന്ന വഴിക്ക് വേദയ്ക്ക് ചായ കുടിക്കാൻ തോന്നിയിട്ട് ഒരു തട്ടുകടഞ്ഞ് ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്ന ടൈമിൽ അഭിലാഷും കൂട്ടരും ജീപ്പിൽ വന്നിട്ട് അവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ അവരെ കണ്ടതും വേദയോട് അങ്ങോട്ട് മാറി നിൽക്കാനായിട്ട് വിക്രം പറഞ്ഞിട്ട് ഒരു ചെറിയ ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ആ MLAയുടെ മോൻ വന്നിട്ട് വിക്രമിനെ കുത്താനായിട്ട് കത്തിയെടുക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ അനിയൻകുട്ടൻ ഓട്ടോയിലാണ് കേട്ടോ അതുവഴി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അനിയൻകുട്ടൻ അതുകൊണ്ട് ഷോക്കായിട്ട് അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഓടി ഇറങ്ങി വന്നിട്ട് വിക്രമെ മാറുക എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ തള്ളി വിട്ടതും ആ MLAയുടെ മകൻ കുത്തുന്ന കത്തി നേരെ വന്ന് കൊള്ളുന്നത് അനിയൻകുട്ടൻ്റെ മേലെയാണ്. അങ്ങനെ അനിയൻകുട്ടൻ മൊത്തം ബ്ലഡിൽ ഇങ്ങനെ കുളിച്ചിട്ട് ഫുൾ ഇങ്ങനെ രക്തം വാർന്നു പോയിട്ട് കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. വേദയും വിക്രമും വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. വേദ വളരെയധികം ഷോക്കാവുന്നുണ്ട്. വിക്രമിന് എന്താ ചെയ്യാന്നറിയാതെ അവരോടുള്ള ദേഷ്യവും അനിയൻകുട്ടൻ ഇങ്ങനെ സംഭവിച്ചുള്ളൂ എന്നുള്ള സങ്കടത്തിൽ അലമുറയിട്ട് കരയുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.